ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാർക്കറ്റ് അവധിയാണ്. വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഇന്ന് വിപണിക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു റിസർച്ച് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും വിനായക ചതുർത്ഥിയുടെ ഈ ഒരു അവസരത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു നല്ലതിനുള്ള തുടക്കമാവട്ടെ എന്ന്, എല്ലാ വിഘ്നങ്ങളും മാറി പുതിയൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ Q1 റിസൾട്ട് സീസൺ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട സെക്ടറുകളിലെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചുകൂടി ഒരു 1-2 വർഷമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ. സോ Q1 റിസൾട്ടിന് ശേഷം ഈ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള കമ്പനികൾക്കുള്ള റിസൾട്ട് ഔട്ട്ലുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ Q1 റിസൾട്ടിന് ശേഷം എന്തൊക്കെയാണ് പുതിയ Q1 റിസൾട്ട് ഗൈഡൻസ് ഡിഫൻസ് കമ്പനികൾ കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് ഈ വീഡിയോ. സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ലെങ്തായിട്ട് പോയേക്കാം. പ്രത്യേകിച്ചും ഈ കമ്പനികളുടെ റിസൾട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ചാനൽ എത്തിക്കാൻ മറ്റുള്ളവരിലേക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻസ് സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ 2-3 കാരണങ്ങളുണ്ട്. കാരണം 2025-26 യൂണിയൻ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അലോക്കേഷനാണ്. 6.81 ലക്ഷം കോടി രൂപയുടെ അലോക്കേഷനാണ് ഡിഫൻസിന് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 1.80 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് പുതിയ വെപ്പണുകളും എയർക്രാഫ്റ്റും മിലിറ്ററി എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 2020-21 വരെയൊക്കെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടറായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോഴ്സസിന് വേണ്ടിയിരുന്ന എക്യുപ്മെൻറ്റ്സുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷം 23,622 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് ഇന്ത്യ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിൽ നടത്തിയിരിക്കുന്നത്. 50,000 കോടി രൂപയുടെ ടാർഗറ്റാണ് 2029-30 ആകുമ്പോഴേക്കും ഇന്ത്യ ഗവൺമെൻറ് ഡിഫൻസ് എക്സ്പോർട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഫിലിപ്പീൻസിലേക്കൊക്കെ ഇന്ത്യ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഫോഴ്സസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്ലയറായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോഴുള്ള 23,000-ൽ നിന്നും 50,000-ലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഒരു സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെയേറെ പ്രോമിസിംഗ് ആയിട്ടായിരിക്കും. അതും അടുത്ത ഒരു 5 വർഷത്തിനുള്ളിലാണ് ഈ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുന്ന കമ്പനികൾക്ക് വളരെയേറെ ഗ്രോത്തിനുള്ള സാധ്യതകളും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. 2025 ഇന്ത്യയിലെ ടോട്ടൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ഏകദേശം 1.46 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഇതിൽ പ്രൈവറ്റ് സെക്ടർ മാത്രം ഏകദേശം 22% കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതായത് 32,000 കോടിക്ക് മുകളിൽ ഏകദേശം ഇവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. പ്രൈവറ്റ് ഡിഫൻസ് ഫേംസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് 25 മുതൽ 40% വരെ CAGR-ലാണ് കാണിക്കുന്നത്. ഡിഫൻസ് PSUs നോക്കിക്കഴിഞ്ഞാൽ 15 മുതൽ 18% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ അതായത് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ട്രജക്ടറിയിലാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഫ്യൂച്ചർ ആ ഒരു ഔട്ട്ലുക്ക് കണ്ടുകൊണ്ട് തന്നെ വളരെയേറെ പൈസ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനായാലും ശരി, ഗ്രോത്ത് ഔട്ട്ലുക്കിനായാലും ശരി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ഇനീഷ്യേറ്റീവും ഡിഫൻസ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സുകളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ ഇനി നമുക്ക് ഈ ഒരു റിസൾട്ട് സീസൺ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സെക്ടറിൽ അടുത്ത ഒരു 4-5 വർഷം കൊണ്ട് വലിയൊരു കുതിപ്പിനുള്ള സാധ്യതകൾ തന്നെയാണ്. ഇനി ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എയർഫോഴ്സിൻ്റെയും നേവിയുടെയും മോഡേണൈസേഷൻ ഓൺ പ്രോസസ്സിലാണ്. അതിനു വേണ്ടിയുള്ള മേജർ ക്യാപിറ്റൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് 71 സബ്മറൈൻസ് വാങ്ങാനുള്ള പദ്ധതികളിൽ ഗവൺമെൻറ് ഉത്തരവിട്ടത്.
മെസ്താവ് അടക്കമുള്ള ഓഹരികളിൽ ഫോക്കസ് വന്നിരിക്കുന്നത്. നാവിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കപ്പലുകൾ ഉണ്ടാക്കാൻ, വാർഷിപ്പുകൾ ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ള ഷിപ്പ്യാർഡ്സിന് കൊടുത്തിരിക്കുന്നത്. സോ എയർഫോഴ്സിൻ്റെയും നാവിയുടെയും മോഡേണൈസേഷൻ, ഇപ്പോൾ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റ്സിന് പുതിയ കരാറുകൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എയർഫോഴ്സ് നേവി മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് അടുത്തടുത്ത 3-4 വർഷം കൊണ്ട്. ഇനി ഡിഫൻസ് ഇലക്ട്രോണിക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് 1.5 മുതൽ 2 ഇരട്ടി വരെയാണ് ഡിഫൻസ് ബഡ്ജറ്റിൽ വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും സെൻസേഴ്സ്, റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇൻ്റേണൽ ഫോഴ്സസിന് തന്നെ വരുത്താൻ പോകുന്നുണ്ട്. പിന്നെ ഈ മിസൈൽസും ഈ ആംസ് ആൻഡ് എമിനേഷൻസിൻ്റെ പ്രോഗ്രാംസൊക്കെ, പ്രത്യേകിച്ചും QSRM 25,000 കോടി രൂപ, അസ്ത്ര, MRSAM, അങ്ങനെയുള്ള പുതിയ ബ്രഹ്മോസ്, ഇന്ത്യയുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ മിസൈൽ പ്രോഗ്രാംസുകളും മറ്റും നടത്തുന്നുണ്ട്. അതായത് ഓൾ ടുഗെദർ ഡിഫൻസ് സെക്ടർ എടുക്കുന്ന സമയത്ത് വളരെയേറെ ഫോക്കസിൽ വരുന്നു എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് ഇത്രമാത്രം ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പ്രസീവായിട്ട് തോന്നാൻ സാധ്യതയില്ല. കാരണം Q1 പല കമ്പനികളുടെയും റവന്യൂവും പ്രോഫിറ്റിലൊക്കെ തന്നെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് 2-3 കാരണങ്ങളാണ് നമുക്ക് റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, സീസണൽ സോഫ്റ്റ്നെസ് ആണ്. സാധാരണയായിട്ട് ഒരു വർഷത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അത്രമാത്രം ഇമ്പ്രസീവ് ആവാറില്ല ഒരിക്കലും. പ്രത്യേകിച്ചും അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ Q3-ഉം Q4-ഉമാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് കമ്പനികളിൽ ഓർഡറുകളും അവരുടെ പെർഫോമൻസും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാനടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് ഹൈ വാല്യുവേഷനാണ്. കാരണം 2 വർഷമായിട്ട് ഡിഫൻസ് കമ്പനികളിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പല ഡിഫൻസ് സ്റ്റോക്കുകളുടെയും പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസൊക്കെ നോക്കുന്ന സമയത്ത് 80-നൊക്കെ മുകളിലാണ്. അവരുടെ ഓർഡർ ബുക്കുകളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ഹൈ വാല്യുവേഷനിലാണ്. അപ്പോൾ ആ ഒരു ഹൈ വാല്യുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നുപോയൊരു സമയം കൂടിയാണ് ഡിഫൻസ് ഓഹരികൾ. പിന്നെ ഓർഡർ ഫ്ലോ, ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ സാധാരണയായിട്ട് കമ്പനികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓർഡർ ഫ്ലോ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ഈ ഓർഡർ ബുക്കിൽ ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. സോ ഈ ഒരു ക്വാർട്ടർ റിസൾട്ട് അത്രമാത്രം സ്ട്രോങ് ആണോ ഡിഫൻസ് കമ്പനികളെക്കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല. പിന്നെ കഴിഞ്ഞ ഒരു 2019 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കുന്ന സമയത്ത് 2019 ഏകദേശം 1.09 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. അതിൽ 27% അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. 2026 ആകുമ്പോഴേക്കും 1.08 ലക്ഷം കോടി രൂപ ഡിഫൻസിന് മാറ്റിവെച്ചു. അതിൽ 25% ഏകദേശം കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം 2026 1.80 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ 26% കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു 3 വർഷം 24, 25, 26 ഈ 3 സാമ്പത്തിക വർഷങ്ങളിലെ കണക്കെടുക്കുന്ന സമയത്ത് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പണം നീക്കിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം 29% 2024 വെച്ചു, 27% 2025 മാറ്റിവെച്ചു. 2026 26% ബജറ്റിൻ്റെ 26% ഏകദേശം കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. അതായത് ഭാവിയിൽ വരുന്ന ഡിമാൻഡുകൾ മീറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് നോക്കുന്നത്. ഇനി ഇന്ത്യയുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഏകദേശം 5ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഏറ്റവും വലുത് USA തന്നെയാണ്. 37% അവരുടെ ലോകത്തിലെ മൊത്തം ഡിഫൻസ് എക്സ്പെൻസ് എടുക്കുന്ന സമയത്ത് 37% അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ചൈനയുടേത് 11.6%, റഷ്യയുടെ 5.6%, ജർമ്മനിയുടേത് 3.3%, ഇന്ത്യയുടേത് 3.2%. അതായത് മൊത്തം ചിലവാക്കുന്ന വേൾഡിൽ ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ ഏകദേശം 3.2% ചിലവാക്കുന്നത് ഇന്ത്യയാണ്. അതിന് താഴെയാണ് UK വരുന്നത് 3%, സൗദി അറേബ്യ 3%, ഉക്രൈൻ 2.4%, ഫ്രാൻസ് 2.4%, ജപ്പാൻ 2%. സോ നമുക്ക് മുന്നിൽ, ഇന്ത്യക്ക് മുന്നിൽ ആകെയുള്ളത് ജർമ്മനി, റഷ്യ, ചൈന, USA ആണ്.
ഇനി ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ 2019 മുതൽ ഇങ്ങോട്ടുള്ള ഡാറ്റ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വളർച്ചയാണ്. 10,746 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് 2019 ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ 23,622 കോടിയിലെത്തി നിൽക്കുന്നു. പടിപടിയായിട്ട് ഉയർച്ചയാണ്. കൊറോണ സമയത്ത് മാത്രമാണ് ചെറിയൊരു ഇടിവ് വന്നത്. സോ 2030 50,000 എന്ന് പറയുന്ന 50,000 കോടി രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സോ ഏകദേശം ഒരു CAGR 10% ഗ്രോത്താണ് ഇതുവരെ കണ്ടത്. 2019 മുതൽ ഇങ്ങോട്ട് 20% CAGR ഗ്രോത്താണ് ഇനി അങ്ങോട്ട് അടുത്ത 5 വർഷം ഡിഫൻസ് സെക്ടറിലുള്ള എക്സ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഡാറ്റ പാറ്റേൺ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മെസ്ദാവ് ഡോക്ക്, സെൻ ടെക്നോളജി പോലുള്ള കമ്പനികളാണ്. ഇത്രയും കമ്പനികൾ ഓരോ സെക്ടറിലും അവരുടെ മികവ് തെളിയിച്ച കമ്പനികളാണ്. ഭാരത് ഇലക്ട്രോണിക്സ് നോക്കിക്കഴിഞ്ഞാൽ Q1 4,440 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മാത്രം റവന്യൂവിൽ 51% ഇടിവാണ്. ഇയർ ഓൺ ഇയറിൽ 5% അധിക റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. Q1 EBITDA 1,402 കോടി രൂപയാണ്. അതിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 53% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. EBITDA മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ Q1 32% ആണ്. 100 ബേസിസ് പോയിൻ്റ് കുറവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. അതേസമയം ഇയർ ഓൺ ഇയറിൽ 500 BPS 5% BPS ഉയർച്ച വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിലും 970 കോടി രൂപയാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 54% കുറവും അതേസമയം ഇയർ ഓൺ ഇയറിൽ 23% നേട്ടവുമാണ് ഭാരത് ഇലക്ട്രോണിക്സ് നേടിയിരിക്കുന്നത്. ഇനി ഡാറ്റ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 75% കുറവ്, അതേസമയം ഇയർ ഓൺ ഇയറിലും 5% കുറവാണ് വന്നിരിക്കുന്നത്. ഇബിറ്റയിലും ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കുറവാണ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 300 ബേസിസ് പോയിൻ്റ് ഉയർച്ചയും നേരെ മറിച്ച് ഇയർ ഓൺ ഇയറിൽ 600 ബേസിസ് പോയിൻ്റ് താഴ്ചയുമാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിലും ഡാറ്റ പാറ്റേൺ പെർഫോം ചെയ്തിട്ടില്ല. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 78% കുറവും ഇയർ ഓൺ ഇയറിൽ 22% കുറവുമാണ് ഡാറ്റ പാറ്റേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 1,310 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 20% കുറവാണ്. അതേസമയം ഇയർ ഓൺ ഇയറിൽ 30% വർധനവും വന്നിട്ടുണ്ട്. ഇബിറ്റ 184 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇതിൽ 45 കോടി രൂപ 45% കുറവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. അതേസമയം ഇയർ ഓൺ ഇയറിൽ 42% വർധനമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ടേബിൾ ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതിൽ കുറച്ചുകൂടി മെച്ചമായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് മെസ്ദാവ് ഡോക്കാണ്. റവന്യൂവിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 17% കുറവാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ 11% പ്ലസ് വന്നിട്ടുണ്ട്. ഇബിറ്റയിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 48% വർധന, 591 കോടി രൂപയുടെ ഇബിറ്റയാണ് മെസ്ദാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 452 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 39% വർധനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. അതേസമയം ഇയർ ഓൺ ഇയറിൽ 35% കുറവുമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് സെൻ ടെക്നോളജിയാണ്. ഡ്രോണുകളും ആൻറ്റി ടെക്സസ് ഡ്രോണുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സെൻ ടെക്നോളജി. 158 കോടി രൂപയുടെ റവന്യൂ ആണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. കുറവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാലും ഇയർ ഓൺ ഇയറിലും നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ കുറവായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ പോലെ Q1 റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പലതും കൊണ്ടും കറക്ഷൻ ഫേസിലൂടെ കടന്നുപോയി. വാല്യൂഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ പിന്നെ കാര്യമായിട്ടുള്ള ഓർഡറുകളൊന്നും അവർക്ക് വന്നില്ല എന്നുള്ളതാണ്. ആ റവന്യൂ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാരത് ഇലക്ട്രോണിക്സിൽ 2025 അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഈ സമയത്തുള്ള റവന്യൂ 4,244 ആയിരുന്നെങ്കിൽ അതിപ്പോൾ 3,533 കോടി രൂപയായിട്ട് കുറഞ്ഞു. 2026 ഇപ്പോൾ ഇത് 2024 3,533 ഉണ്ടായിരുന്നത് 2025 4,244 കോടി രൂപയായിരുന്നു. ഈ ക്വാർട്ടറിൽ 4,440 കോടി രൂപ മാത്രമാണ്. ഡാറ്റ പാറ്റേൺ കഴിഞ്ഞ വർഷം 104 കോടി രൂപ റവന്യൂ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 99 കോടി രൂപയുള്ളൂ. ഗാർഡൻ റീച്ച് നോക്കിയാലും 1,010 കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യം 1,310 കോടി രൂപയുടെ റവന്യൂ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്
$4,344 കോടി രൂപ വരുമാനമുണ്ടായ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ക്വാർട്ടറിൽ ഇപ്പോൾ $4,819 കോടി രൂപയുടെ റവന്യൂ മാത്രമാണ്. അത് വലിയ ജമ്പ് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ മസ്ദാവ് ഡോക്ക് ആയാലും 2,357 നിന്നും 2,626 കോടി രൂപ. സെൻ ടെക്നോളജി 255 കോടിയിൽ നിന്നും കുറയാണ് 158 കോടി രൂപയുടെ റവന്യൂ ആയിട്ട് കുറയാണ് ചെയ്തത്. ഇനി പ്രധാനമായിട്ടും ഈ കമ്പനികളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇവരുടെ ഓർഡർ ബുക്കാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാരത് ഇലക്ട്രോണിക്സ് 2025 സാമ്പത്തിക വർഷത്തിൽ 71,650 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഓർഡർ ബുക്കാണ് കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്നത്. 2025 റവന്യൂ നോക്കുമ്പോൾ 23,769 കോടി രൂപ, അതായത് 71,650 കോടി രൂപയുടെ ഓർഡർ ബുക്ക് കയ്യിലുണ്ട്. കമ്പനിയുടെ ഒരു വർഷത്തെ സെയിൽസ് 23,769 അതായത് ഏകദേശം ഒരു വർഷത്തെ റവന്യൂയുടെ 3 ഇരട്ടി ഇപ്പോൾ തന്നെ കമ്പനിയുടെ കയ്യിൽ ഓർഡർ ബുക്കായിട്ട് ഉണ്ട് എന്നർത്ഥം. ഇനി ഡാറ്റ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 730 കോടി രൂപയുടെ റവന്യൂവും 730 കോടി രൂപയുടെ ഓർഡർ ബുക്കും 708 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്കുള്ളത്. പിന്നെ ഒന്നുള്ളത് ഗാർഡൻ റീച്ച് ഷിപ്പിംഗ്, വളരെ അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. കാരണം 5,076 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ഒരു വർഷം ഉള്ളത്. പക്ഷേ 22,680 കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതായത് കമ്പനിയുടെ ഒരു വർഷത്തെ റവന്യൂയുടെ ഏകദേശം 4.5 ഇരട്ടിയാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് എന്നർത്ഥം. കമ്പനിക്ക് 4 വർഷത്തേക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഓർഡറുകൾ ഇപ്പോൾ തന്നെ കയ്യിലുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. ഒരു വർഷത്തെ റവന്യൂ എന്ന് പറയുന്നത് 30,981 കോടി രൂപയാണ്. പക്ഷേ കമ്പനിയുടെ കയ്യിലുള്ള ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 1,89,302 കോടി രൂപയാണ്. ഇത് ഓൾറെഡി കമ്പനി പ്രൈസ്ഡ് ഇൻ ആണ്. അതുകൂടി നമ്മൾ കണക്കാക്കണം. ഇപ്പോഴത്തെ കമ്പനിയുടെ ഷെയർ വാല്യൂവിൽ ഇതൊക്കെ റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് പുതിയ ഓർഡർ ഇൻഫ്ലോകൾ, പുതിയ പ്രൊജക്റ്റുകൾ എത്രമാത്രം ഇവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഓഹരികളിൽ വീണ്ടും ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോഴത്തെ റവന്യൂയുടെ 6 ഇരട്ടിയോളം കമ്പനിയുടെ കയ്യിൽ ഓർഡർ ബുക്കായിട്ട് മാത്രം ഉണ്ടെന്നർത്ഥം. മസ്ദാവ് ഡോക്ക് ആയാലും 11,400 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ഒരു വർഷമുള്ളത്. പക്ഷേ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 32,260 കോടി രൂപയുടെ ഉണ്ട്. അതായത് റവന്യൂയുടെ 2.8 ഇരട്ടി കമ്പനിയുടെ കയ്യിൽ ഓർഡർ ബുക്കായിട്ടുണ്ട് എന്നർത്ഥം. സെൻ ടെക്നോളജി 974 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്കുള്ളത്. അതേസമയം ഓർഡർ ബുക്ക് 692 കോടി രൂപയാണ്. 0.7, അതായത് ഇരട്ടിയൊന്നുമില്ല, നമുക്ക് നേരെ പകുതിയായിട്ട് മാത്രമാണ് സെൻ ടെക്നോളജിയുടെ റവന്യൂ കാണാൻ പറ്റുന്നത്. ഇനി ഈ Q1 സമയത്ത് പല കമ്പനികളിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഇനി ആദ്യം ഒന്നൊന്ന് കണക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഭാരത് ഇലക്ട്രോണിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ റവന്യൂ ഗ്രോത്തിൽ 5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്തതാണ്. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രിട്ടിക്കൽ കോമ്പണൻസിൻ്റെ സപ്ലൈ കട്ടായി എന്നാണ്. അതായത് ഏകദേശം 200 കോടി രൂപയുടെ Q1 റവന്യൂ അതിൽ നഷ്ടപ്പെട്ടു. മാനേജ്മെൻറ്റ് ഈ ഒരു Q2 അത് പിക്കപ്പ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രൊഡക്റ്റ് മിക്സും അതുപോലെ തന്നെ ഇൻഹൗസ് മാനുഫാക്ചറിങ്, ഇന്ത്യയിൽ തന്നെയുള്ള പല കോമ്പണൻസ് മാനുഫാക്ചറിങ്ങും കമ്പനി പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പറയുന്നു. ഡാറ്റ പാറ്റേണിനെ സംബന്ധിച്ച് Q1 റവന്യൂ ഏകദേശം 99 കോടി രൂപയായിരുന്നു. വളരെയേറെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കസ്റ്റമർ അപ്രൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിലേ വന്നതാണ് കമ്പനിക്ക് ഈ ഒരു പ്രശ്നം വന്നതെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ഡിലേ ആയി, റവന്യൂയിലും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് വന്നു. ഇബിറ്റ മാർജിനും 32.3% ഉണ്ടായിരുന്നു. അത് 35-40% വരെ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് കുറഞ്ഞ് 32.3% ഇബിറ്റ മാർജിൻ കുറഞ്ഞു. സോ ഗൈഡൻസിനനുസരിച്ചിട്ട് മാറിയില്ല എന്നുള്ളതാണ്. അവരുടെ ഫിക്സ്ഡ് എക്സ്പെൻസ് കമ്പനി നടന്നാലും ഇല്ലെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ള ഫിക്സ്ഡ് എക്സ്പെൻസ് ഇപ്പോഴും ശക്തമായിട്ട് തുടരുന്നതാണ്. റവന്യൂയുടെ അതുപോലെ തന്നെ റവന്യൂ വിചാരിച്ചതുപോലെ വന്നില്ല. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇബിറ്റ മാർജിനിൽ ഫോളോ വന്നതെന്നാണ് കമ്പനിയുടെ ന്യായീകരണം. സെൻ ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ Q1 റിസൾട്ട് മോശമായിരുന്നു. റവന്യൂവിൽ കുറവ് വന്നു, പ്രോഫിറ്റബിലിറ്റിയിൽ കുറവ് വന്നു. ഏകദേശം 60 മുതൽ 70 കോടി രൂപയോളം കുറവാണ് വന്നിരിക്കുന്നത്. Q2 അത് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കമ്പനി പറയുന്നത്. റെഗുലർ എന്താ പറയുക സിമുലേറ്റർ റിക്വയർമെൻറ്റ് അത്
പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രോണുകൾക്കും മറ്റൊക്കെയുള്ള ആവശ്യങ്ങൾ വളരെ കൂടുതലായിട്ട് വന്നേക്കാം. സോ ആൻറ്റി ഡ്രോണുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവർ. സോ ഓർഡർ ഫൈനലൈസേഷനും എക്സിക്യൂഷനും ഇവർക്കും Q1 കുറേ ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഓപ്പറേഷണൽ ഡിലേസ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഓർഡറുകളും ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പ്രത്യേകിച്ചുള്ള കുറവെന്നാണ്. ഇനി കെപെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രോണിക്സ് ഏകദേശം 1000 കോടി രൂപയുടെ കെപെക്സാണ് 2026 ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ചെയ്തത്. പുതിയ ഫാക്ടറികൾ ഉണ്ടാക്കുന്നു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. 2 മുതൽ 4 വർഷത്തിനുള്ളിൽ ഇതൊക്കെ തന്നെ ഓപ്പറേഷണലൈസേഷൻ ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ മാത്രമല്ല 1600 കോടി രൂപ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2026 ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഹൗസ് പ്രൊജക്ട്സ്, ഏകദേശം 700 മുതൽ 1000 വരെ എൻജിനീയേഴ്സിനെ അവർ ഹയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു പദ്ധതികളൊക്കെ തന്നെ പൈപ്പ് ലൈനിലാണെന്നാണ് കോൺകോളിൽ അദ്ദേഹം വിവരിച്ചത്. ഡാറ്റാ പാറ്റേണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഏകദേശം 150 കോടി രൂപയുടെ കെപെക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത 1 മുതൽ 2 വർഷം വരെ. അവരും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ഷനും ടെസ്റ്റിങ്ങിനും വാലിഡേഷനൊക്കെ ആയിട്ട് അവരുടെ എക്യുപ്മെൻസുകൾ വാലിഡേറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഏകദേശം 2 മുതൽ 3 വർഷം കൊണ്ട് തന്നെ ഇത് ഓപ്പറേഷണലൈസ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. സെൻ ടെക്നോളജിയെ സംബന്ധിച്ച് 2026 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അപ്രോക്സിമേറ്റ്ലി ഒരു 40 മുതൽ 50 കോടി രൂപ വരെ അവർ സ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ വലിയ രീതിയിലുള്ളൊരു ക്യാപെക്സ് ഒന്നും സെൻ ടെക്നോളജിയുടെ ഭാഗത്ത് അനൗൺസ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി 2025 ജൂലൈ 1 കാണുന്ന കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏകദേശം 1,74,859 കോടി രൂപയാണ്. അഡീഷണലായിട്ട് ഒരു 2,600 കോടി രൂപയുടെ ഓർഡർ ബുക്ക് കൂടി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ജൂലൈ ഫസ്റ്റ് വീക്ക് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓർഡർ ബുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ജൂലൈ പ്രകാരം 74,859 കോടി രൂപയുടെ ഓർഡർ ബുക്കുണ്ട്. 2,600 കോടി രൂപയുടെ ഓർഡർ ബുക്ക് വരാനുണ്ട്. പ്രത്യേകിച്ചും പൈപ്പ് ലൈനിലുള്ളത് ഒന്ന് QRSAM പ്രൊജക്റ്റിൻ്റെ 30,000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ്. അത് 2026 വരും. BL ആയിരിക്കും സോൾ പ്രൊഡക്ഷൻ ഏജൻസി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഡീഷണൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ 27,000 കോടി രൂപയുടെ ഓർഡറുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് 2026. അതിൽ 3,300 കോടി രൂപ ഓൾറെഡി കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുതന്നെ നെക്സ്റ്റ് ജനറേഷൻ കവേർട്ടേഴ്സ്, അതായത് NGC സബ് സിസ്റ്റം എന്നാണ് ഓർഡർ. ഏകദേശം അതിന് വേണ്ടിയിട്ടുള്ള 6,000 മുതൽ 10,000 വരെയുള്ള ഒരു ഓർഡർ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രാറ്റജിക് പ്രൊജക്റ്റുകളായിട്ടുള്ള കുഷ എന്ന് പറയുന്ന ഇൻഡിജീനിയസ് S400 BL അതിൻ്റെ ഡെവലപ്പിംഗ് ആണ്. മേജർ സബ് സിസ്റ്റംസ് ആയിട്ടുള്ള ഫുൾ സിസ്റ്റം ഇൻ്റഗ്രേഷനും കാര്യങ്ങൾ 20,000 മുതൽ 40,000 കോടി രൂപയുടെ ഓർഡറുകളാണ് ഈ ഒരു രംഗത്ത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് അത് റിപ്പീറ്റ് ഓർഡറാണ് എക്സ്പെക്റ്റ് ചെയ്തത്. 15 മുതൽ 25 കോടി രൂപ പെർ സിസ്റ്റമാണ് അതിൻ്റെ വില. ബ്രഹ്മോസ് അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നെക്സ്റ്റ് ജനറേഷൻ സബ് സിസ്റ്റംസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ഓർഡർ പൈപ്പ് ലൈനാണ് കമ്പനിക്കുള്ളത്. 15% ഗ്രോത്ത് ഫോർ നെക്സ്റ്റ് 3 to 5 ഇയേഴ്സ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇത് കമ്പനിയുടെ തന്നെ കോൾ ഡിസ്ക്രിപ്ഷനാണ്. ഇനി ഡാറ്റാ പാറ്റേൺ 2025 ഓഗസ്റ്റ് 8 അവസാനിക്കുന്ന അവസരത്തിൽ ഡാറ്റാ പാറ്റേണിൻ്റെ ഓർഡർ ബുക്ക് 1,079 കോടി രൂപയാണ്. ഇതിൽ 320 കോടി രൂപ പുതിയ ഓർഡറുകളാണ് 2026 കിട്ടിയതാണ്. ബ്രഹ്മോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ MOD മാനേജ്മെൻറ്റ് എക്സ്പോർട്സ് ഓർഡർ ഏകദേശം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവരുടെ ഓർഡർ ഏകദേശം 1,000 കോടി രൂപയുടെ ഓർഡർ വന്നിട്ടുണ്ട് 2026. ഒരു കുറച്ചുകൂടി ഓർഡറുകൾ 2027 കൂടി കമ്പനി വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 18 മുതൽ 24 മാസം വരെ 2,000 to 3,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയകളിൽ EW സ്യൂട്ട്സ്, ബ്രഹ്മോസ് മിസൈൽ സീക്കേഴ്സ്, അതുപോലെ തന്നെ കവറിങ് അപ്ഗ്രേഡ്സ്, ഫയർ കൺട്രോൾ റഡാറുകൾ, ഇതൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റുകളായിട്ട് പറയുന്നത്. സെൻ ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് ജൂൺ 30 അവസാനിച്ച 2025 കമ്പനിയുടെ ഓർഡർ ബുക്ക് 754.6 കോടി രൂപയാണ്. ഇത് സിമുലേറ്റർ ഓർഡേഴ്സാണ് 650 കോടി രൂപയും വരുന്നത്. ഇത് 2025 സെപ്റ്റംബറോട് കൂടി ഫൈനലൈസ് ചെയ്യും. അതിന് പുറമെ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് ഉണ്ടാക്കാനുള്ള ഓർഡറുകൾ എസ്പെഷ്യലി ഹാർഡ് കിൽ വേരിയൻസ് ആണ്.
ഇൻ H2 അതായത് സെക്കൻഡ് ഹാഫിൽ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എമർജൻസി പ്രൊക്വയർമെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള കാര്യങ്ങളാണ്. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്കും വളരെ സ്ട്രോങ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. BEL റവന്യൂ ഗ്രോത്ത് ഏകദേശം 15% ടാർഗറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ഏകദേശം 120 മില്യൺ, അതായത് മോർ ദാൻ 20% ആനുവൽ ഗ്രോത്താണ് കമ്പനി അടുത്ത 1 മുതൽ 2 വർഷത്തേക്ക് എക്സ്പോർട്ടിൽ ഓർഡർ ചെയ്യുന്നത്. യൂറോപ്പിലും മറ്റൊക്കെ സ്ട്രോങ് ഡിമാൻഡാണ് കമ്പനിക്കുള്ളത്. ഇബിറ്റ മാർജിൻ ഏകദേശം 27% ഗൈഡൻസാണ് കമ്പനി മാനേജ്മെൻറ്റ് പറയുന്നത്. ഓർഡർ ഇൻഫ്ലോ ഏകദേശം 27,000 കോടിയിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിസിനസ് മിക്സ് നോക്കുന്ന സമയത്ത് 90:10 ആണ്. അതായത് ഡിഫൻസിൽ 90%, നോൺ ഡിഫൻസിൽ നിന്നും 10% റവന്യൂമാണ് കമ്പനിക്ക് വരുന്നത്. ലോങ് ടേം ഔട്ട്ലുക്ക് BEL ഏകദേശം 15 മുതൽ 17% വരെ ഗ്രോത്ത് അടുത്ത 5 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 20%-ൻ്റെയും സ്കെയിലപ്പ് വോളിയം എക്സ്പെക്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഗ്രോത്തും ഏകദേശം 20%-ന് മുകളിലാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്ട്രോങ് ഇൻ ഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ വലിയൊരു ശക്തി തന്നെയാണ്. ഡാറ്റാ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 2026 കമ്പനി 20 മുതൽ 25% റവന്യൂ ഗൈഡൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂഷനും അതുപോലെ തന്നെ പിക്കപ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. Q1 ഉണ്ടായിരിക്കുന്ന ഡിലേ Q2 ഉണ്ടായിരിക്കില്ല. ലോങ് ടേം ഗൈഡൻസും കമ്പനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് റവന്യൂ 700 കോടി രൂപയാണ്. 700 കോടി രൂപ മുതൽ 5,000 കോടി രൂപയുടെയെങ്കിലും 4 മുതൽ 5 വർഷം വരെ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 5,000 കോടി രൂപയുടെ റവന്യൂ ഉള്ള ഒരു കമ്പനിയായി മാറുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കോൺകോൾ പ്രകാരം മാനേജ്മെൻറ്റ് 2026 ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത് വളരെ കൺസോൾട്ടേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു വളരെ ഹയർ ആയിട്ടുള്ളൊരു റവന്യൂ ഔട്ട്ലുക്കാണ്. അതിന് പുറമെ 2026 സബ്സിഡിയറീസ് മാത്രം ഏകദേശം 250 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിമുലേറ്റർ ഓർഡറാണ്. 650 കോടി രൂപയുടെ ഓർഡർ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു സെപ്റ്റംബറോട് കൂടി. അതോടൊപ്പം തന്നെ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസും എമർജൻസി പ്രൊക്വയർമെൻറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതകൾ കാണുന്നു. സെൻ ടെക്നോളജി ലോങ് ടേം ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസോട് കൂടിയുള്ളൊരു ഔട്ട്ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 6,000 കോടി രൂപയുടെ റവന്യൂ 2026 മുതൽ 28 വരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെൻ്റെ വളരെയേറെ കോൺഫിഡൻസോട് കൂടി, അതായത് 25% മാർജിൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യും. 35% ഇബിറ്റ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ സെന്നിൻ്റെ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് ഹാർഡ് കിൽ ഏകദേശം 70% ബിസിനസ്സും അടുത്ത ഒരു 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ക്യാപ്ചർ ചെയ്യും എന്നുള്ളതാണ് കമ്പനി കാണിക്കുന്ന മറ്റൊരു ഇത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഈ ഒരു സെക്ടറിലുണ്ട്. പ്രത്യേകിച്ചും ഒരു 4-5 വർഷം ശരിയായ നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും 4-5 വർഷം കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇനി വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രോണിക്സ് ഏകദേശം 1 ഇയർ സ്റ്റോക്ക് റിട്ടേൺ 22% കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂ CAGR ഏകദേശം 16%. 3 വർഷത്തെ പ്രോഫിറ്റിലുള്ള വർധനവെന്ന് പറഞ്ഞാൽ 30%. ഇപ്പോഴത്തെ വില ഏകദേശം 370-380 നിലവാരത്തിലാണുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,74,007 രൂപ. ഇത് പ്രീവിയസ് ഡേ 22 ഓഗസ്റ്റിൽ അവസാനിച്ച ദിവസമുള്ള കാൽക്കുലേഷനാണ്. പ്രൈസ് ടു ഏർണിങ്സ് ഏകദേശം 50 3 വർഷത്തെ ആവറേജ് മീഡിയൻ പ്രൈസ് ടു ഏർണിങ്സ് 40. അതിന് മുകളിലാണ് ഇപ്പോഴും കമ്പനി ട്രേഡ് ചെയ്യുന്നത്. EV/EBITDA നോക്കിയാൽ 34. ഡാറ്റാ പാറ്റേൺ പ്രൈസ് ടു ഏർണിങ്സ് 68 ട്രേഡ് ചെയ്യുന്നത്. 3 വർഷത്തെ മീഡിയൻ PE 72. കറൻറ്റ് EV/EBITDA 46 വരുന്നത്. ഗാർഡൻ റീച്ച് നോക്കിയാലും 52 PE ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 36 മസ്ദാവ് ഡോക്ക് 51, സെൻ ടെക്നോളജി 52. ഇവരുടെയൊക്കെ തന്നെ 3 വർഷത്തെ ആവറേജ് PEക്കും മീഡിയൻ PEക്കും മുകളിലാണ് മിക്കവാറും എല്ലാ ഓഹരികളും ട്രേഡ് ചെയ്യുന്നത്. അതിൽ സെൻ ടെക്നോളജി കുറവുണ്ട്. അതുപോലെ മസ്ദാബൊക്കെ നോക്കുകയാണെങ്കിൽ 33 3 വർഷത്തെ ആവറേജ് PE, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 51. ഇത് PE മാത്രം വാല്യൂ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റില്ല. കാരണം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിന് അതിൻ്റെ ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വലിയ നല്ല രീതിയിലുള്ള കമ്പനികൾക്ക് നല്ല പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ഔട്ട്ലുക്കാണ്. ഇപ്പോൾ കറക്ഷൻസിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രിഫേർഡ് ബെറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഭാരത് ഇലക്ട്രോണിക്സ്. കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ ഞാൻ
കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് നോക്കാൻ പറ്റുന്നൊരു കമ്പനിയാണ് സെൻ ടെക്നോളജി, അതുപോലെ തന്നെ മസ്ദാവ് ഡോക്ക്, ഗാർഡൻ റീച്ച്. കാരണം അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഷിപ്പ് ബിൽഡിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനികളിൽ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് വരാൻ സാധ്യതയുണ്ട്. ഡിഫൻസിനോടൊപ്പം തന്നെ ഷിപ്പ് ബിൽഡിങ്ങും ഷിപ്പ് മാനുഫാക്ചറിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് പലപ്പോഴായിട്ട് ഗവൺമെൻറ് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി അലോക്കേഷനും കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. സോ സെൻ ടെക്നോളജി നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സെൻ ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ആൻറ്റി ഡ്രോണുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് സെൻ ടെക്നോളജി ഉള്ളത്. പുറമെ ഡിഫൻസ് ട്രെയിനിങ് സിമുലേറ്റർ ഈ മോഡലുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, മാനുഫാക്ചറൊക്കെയാണ് ഇവർ. ഇത് മാത്രമല്ല ജാമേഴ്സും അതുപോലെ തന്നെ ഡിറ്റക്ടേഴ്സ്, ഇലക്ട്രോണിക് ഒപ്റ്റിക്സ്, ആൻറ്റി ഡ്രോൺസിനൊക്കെ വേണ്ടുന്ന വരുന്ന ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സുകളൊക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് ഇവർ. ഇനോർഗാനിക് ഗ്രോത്ത് ഏകദേശം കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് ജെൻ ഡിഫൻസ് ടെക്നോളജി എക്വയർ ചെയ്യുന്ന പല കമ്പനികളിലും 4ഓളം എക്വിസിഷൻസ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ 4 എക്വിസിഷൻസ് ഈ കമ്പനി നടത്തിയതായിട്ട് കാണുന്നു. അതിലൊന്ന് നേവൽ സിമുലേറ്റർ മേക്കറായിട്ടുള്ള അപ്ലൈഡ് റിസർച്ച് ഇൻ്റർനാഷണലിൽ 76% സ്റ്റേക്ക് ഈ കമ്പനി വാങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതിനു പുറമെ 51% സ്റ്റേക്ക് ഡ്രോൺ കോമ്പണൻറ്റ് മേക്കറായിട്ടുള്ള വെക്ടർ ടെക്നീഷ്യൻസിൽ ഇവർ മേടിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം മേക്കറായിട്ടുള്ള ബഹിര റോബോട്ടിക്സിൽ 45% സ്റ്റേക്ക് വാങ്ങിയതായിട്ട് കാണുന്നു. അതിനൊക്കെ പുറമെ 55% സ്റ്റേക്ക് ഡ്രോൺ മാനുഫാക്ചറായിട്ടുള്ള ടിസ എയറോസ്പേസിൽ DRDOയുടെ ട്രാക്ക് റെക്കോർഡ് കൂടി അവർ വാങ്ങിയതായിട്ട് കാണുന്നത്. അതായത് ഒരു മുന്നോട്ട് വളരെ ഗ്രോത്ത് വിസിബിലിറ്റി കണ്ടുകൊണ്ട് മുന്നോറുന്നൊരു അക്വിസിഷനായിട്ടാണ് ഇതിനെയൊക്കെ തന്നെ കാണുന്നത്. 2025 റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 1.2 ഇരട്ടിയിലടുപ്പിച്ചാണ് വാങ്ങിയിരിക്കുന്നത്. 974 കോടി രൂപയുടെ റവന്യൂ, 277 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സുമാണ് കമ്പനി വന്നത്. റെസ്പെക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഹെൽത്തി ഗ്രോത്ത് 28% നെറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത്. Q1 റവന്യൂ ഏകദേശം പാറ്റും ഒക്കെ തന്നെ വളരെ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വളരെ അബദ്ധമായിരുന്നു. 30% കുറവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. എക്സിക്യൂഷണൽ ഡിലേ തന്നെയാണെന്ന് കമ്പനി സമ്മതിക്കുന്നുണ്ട്. അവർക്ക് ഓർഡറുകൾ കിട്ടാൻ വൈകി, പല പെർമിഷൻസും കിട്ടാൻ വൈകി. സോ എക്സിക്യൂഷൻ ഡിലേ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് 20% കറക്ഷൻ ഷെയർ പ്രൈസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു 2024 QIP പ്രൈസ് വന്നിരിക്കുന്നത് 1601 രൂപക്കാണ് അവർ QIP ഇഷ്യൂ ചെയ്തത്. ഏകദേശം ആ ഒരു ലെവലിൽ താഴെ കമ്പനിയുടെ ഷെയർ ഇന്ന് വന്നു കഴിഞ്ഞു. 1509 രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഏകദേശം 30 രൂപയോളം താഴ്ന്നിട്ടുണ്ട്. ഇതൊരു ടെമ്പററി മോഡേണൈസേഷൻ ആയിരിക്കാം. കാരണം ഫസ്റ്റ് ഹാഫിൽ ഓർഡർ ഇൻഫ്ലോ ഏകദേശം 800 കോടി രൂപയാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. Q1 2026 ഓർഡർ ഇൻഫ്ലോ 150 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് 650 കോടി രൂപയുടെ ഡീല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു 2-3 വീക്കിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. സോ കമ്പനി അതിന് അർഹരുമാണ്. ആൻറ്റി ഡ്രോൺ ഓർഡറുകൾ മിക്കവാറും സെക്കൻഡ് ഹാഫിലായിരിക്കും വരാൻ സാധ്യത. ഏകദേശം 40,000 കോടി രൂപ എമർജൻസി പ്രൊക്വയർമെൻറ്റിൽ ഡിഫൻസ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷമൊക്കെ തന്നെ നല്ല രീതിയിൽ ഡ്രോണുകളും മറ്റൊക്കെ തന്നെ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് ഏകദേശം 754 കോടി രൂപയാണ്. 2026-28 ഇടക്ക് കമ്പനിയുടെ ടാർഗറ്റ് ഏകദേശം റവന്യൂ 6000 കോടി രൂപ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 13,850 കോടി രൂപയാണ്. എൻ്റർപ്രൈസസ് വാല്യൂ 12,900 കോടി രൂപയാണ്. ഏകദേശം 900 കോടി രൂപ ക്യാഷായിട്ട് മാത്രം സെൻ ടെക്നോളജിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് ഏകദേശം 38x വരുന്നത്. 2026 ഏണിംഗ് പെർ ഷെയർ 40 രൂപയാണ്. അത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഒരു ഡ്രോൺ മേക്കിംഗ് കമ്പനി അല്ലെങ്കിൽ സിമുലേറ്റർ മേക്കിംഗ് കമ്പനി ഉള്ള ഡിഫൻസ് രംഗത്തുള്ളത്. സോ മാർജിൻ ഹൈ ആണ്. ചെറിയ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. 9 കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമേ പുറത്തുള്ളൂ. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയർ 1450, 1500 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡിപ്സിൽ വാങ്ങി വെക്കാൻ പറ്റുന്നൊരു കമ്പനിയാണ്. ഒരു 1600, 1650 പോകാൻ സാധ്യതയുണ്ട് ഡിഫൻസിൽ തിരിച്ചു വരുന്ന സമയത്ത്. കമ്പനി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് ഫണ്ടമെൻ്റൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അല്ല കമ്പനിയിൽ വന്നിരിക്കുന്നത്. സോ ഏതായാലും ഡിഫൻസ് ടെക്കിൻ്റെ ഈ പറയുന്ന റിസൾട്ട് അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. മുഴുവനായിട്ട് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള പല സെക്ടർ ഓഫ് അനാലിസിസ് രീതികൾ, ആൻഡ് ഹോസ്പിറ്റൽ സെക്ടറായാലും റീറ്റെയിൽ സെക്ടറായാലും
കെമിക്കൽ സെക്ടറായാലൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ഇത് മുഴുവനായിട്ട് കേട്ടു. ഇത് അവധിയായതുകൊണ്ട് നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ പല അഡ്വൈസറി സർവീസ് പ്രൊഡക്റ്റുകൾക്കും ഇപ്പോൾ പല ഓഫറുകളും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.